ഈ ഭാഗത്തേക്ക് വരട്ടെ, അല്ല ഈ ഭാഗത്തേക്ക് ബാക്കിയൊക്കെ നടക്കുന്ന 2 മണി എന്ന് പറഞ്ഞ നമ്മള് പൂജ പറഞ്ഞ 2 മണി
ആദ്യമായിട്ട് 50 മീറ്റർ റണ്ണിംഗ് കേരള സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീമാൻ ജയൻ അവരുടെ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയൻ ചേട്ടൻ ഈ സ്റ്റേജിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്ത് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വീണ്ടും തുടങ്ങുകയാണ്. ആദ്യത്തെ ഇനം 50 മീറ്റർ റണ്ണിംഗ് 3rd സ്റ്റാൻഡേർഡും 5th സ്റ്റാൻഡേർഡിലെയും ബോയ്സ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജോഷുവ സൺ ഓഫ് ജയൻ ജോസഫ്. സമ്മാനം കൊടുക്കുന്നതിനായി മിസ്റ്റർ രാധാകൃഷ്ണൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ MM രാജൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് കൊടുക്കാൻ പോവാണ്. അടുത്തതായി സെക്കൻഡ് പ്രൈസ് ഗോസ് ടു പ്രണവ് സൺ ഓഫ് അരവിന്ദ്. പ്രൈസ് കൊടുക്കുന്നതിനായി ശ്രീമാൻ ശ്രീകുമാർ നായർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂന്നാമത്തെ പ്രൈസ് സാത്വിക് സൺ ഓഫ് മധു. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ MM രാജൻ അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. First prize goes to Adira, daughter of Rajanish. Second prize, Gayatri, daughter of Jay Shankar. First prize, Adira, daughter of Rajanish. Second prize, Gayatri, daughter of Jay Shankar. 100 meter running boys. First prize goes to Alan, son of Jeevan Thomas. Second prize, Abhinav, son of Arunji Kaimal. Advait, son of Rajanish. Advait, son of Rajanish. അത് തന്നെ നാലെണ്ണം ഉണ്ട്. അടുത്തതായി 100 മീറ്റർ റണ്ണിംഗ് ഗേൾസ്. മേഘ്ന മനോജ്, ഡോട്ടർ ഓഫ് മനോജ് കുമാർ. നൈനിക, സെക്കൻഡ് പ്രൈസ് നൈനിക, ഡോട്ടർ ഓഫ് രോഹിത് അരമേൽ. സെക്കൻഡ് പ്രൈസ് നൈനിക, ഡോട്ടർ ഓഫ് രോഹിത്. അതന്നെ. 100 മീറ്റർ റണ്ണിംഗ് ബോയ്സ്. First prize goes to Dheeraj, son of Hariharan. First prize goes to Dheeraj. ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. സിദ്ധാർത്ഥിന് ഫസ്റ്റ് പ്രൈസാ, അത് മാറ്റി കൊടുക്കാം. ശരി. പാർത്ഥിവ്, സൺ ഓഫ് രാജേഷ്, സെക്കൻഡ് പ്രൈസ്. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ശ്രീമാൻ സുരേഷ് കുമാർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനിരുദ്ധ്, സൺ ഓഫ് അനിൽ കുമാർ, second prize. Anirudh, son of Anil Kumar, second prize. അടുത്തതായി 100 മീറ്റർ റണ്ണിംഗ് ഗേൾസ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സാക്ഷ, ഡോട്ടർ ഓഫ് സിം മാത്യു. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ രാധാകൃഷ്ണൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
First prize, Ashwati, daughter of Srinath. Another first prize, Ashwati, daughter of Srinath. Second prize, Nandana, daughter of Srikanth. Second prize, Nandana, daughter of Srikanth. Another second prize, Aparna, daughter of Harish. Aparna, daughter of Harish. അടുത്തതായി അടുത്ത ഇനമാണ് ഫ്രോഗ് ജംപ്. അത് കമ്പൈൻഡ് ആയിരുന്നു. ഫസ്റ്റ് പ്രൈസ് പ്രണവ് സൺ ഓഫ് അരവിന്ദ്. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ ശിവരാമൻ നായർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്ഷമിക്കണം, സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ ശ്രീധരൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. First prize, Pranav, son of Aravind. Second prize, Adira, daughter of Rajanish. Second prize, Adira, daughter of Rajanish. Another second prize, Arathya, daughter of Anit. Arathya, daughter of Anit. അടുത്തതായി അടുത്ത ഇനം കുളംകര. അതും കമ്പൈൻഡ് ആയിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നൈനിക, ഡോട്ടർ ഓഫ് രോഹിത് താരമേൽ. സമ്മാനം നൽകുന്നതിനായി ശ്രീമാൻ ശിവരാമൻ നായർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നൈനിക, ഡോട്ടർ ഓഫ് രോഹിത് താരമേൽ. ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മാധവ്, സൺ ഓഫ് അരവിന്ദ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മാധവ്, സൺ ഓഫ് അരവിന്ദ്. കുളംകര ബോയ്സ് 8-12 സ്റ്റാൻഡേർഡ്, അതാണ് ഏജ് കാറ്റഗറി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനിരുദ്ധ്, സൺ ഓഫ് അനിൽ കുമാർ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനിരുദ്ധ്, സൺ ഓഫ് അനിൽ കുമാർ. ഇനി ആരെ ഇതിനകത്ത് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു? പങ്കജാക്ഷൻ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജോഹാൻ, സൺ ഓഫ് ജയൻ ജോസഫ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജോഹാൻ, son of Jane Joseph. അടുത്ത ദിനം കുളംകര തന്നെ 8th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഗേൾസിൻ്റെ ആണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മേഘ്ന മനോജ്, ഡോട്ടർ ഓഫ് മനോജ് കുമാർ. ശ്രീമാൻ പങ്കജാക്ഷൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്മാനം കൊടുക്കുന്നതിനായി. ശ്രീമാൻ പങ്കജാക്ഷൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ദീക്ഷിത, ഡോട്ടർ ഓഫ് മധു ശങ്കർ. Second prize goes to Deekshita, daughter of Madhu Shankar. Deekshita undo. അടുത്ത ഇനം കുളംകര ലേഡീസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു രഞ്ജു രവീന്ദ്രൻ, വൈഫ് ഓഫ് രോഹിത് താരമേൽ. സമ്മാനം നൽകുന്നതിനായി ശ്രീമാൻ സുരേഷ് കുമാർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായി ശ്രീമാൻ സുരേഷ് കുമാർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സെക്കൻഡ് പ്രൈസ് അഷിത ജയൻ, വൈഫ് ഓഫ് ജയൻ ജോസഫ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ ജയൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പണിക്കർ, ശ്രീ പണിക്കർ. ചേട്ടാ ഒന്ന് നോക്കൂ.
Second prize goes to Jayan Joseph. ശരിക്കും നിങ്ങൾ കയ്യടി കേട്ടോ, നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ലെമൺ കളയാതെ ആ പോയിന്റ് വരെ കൊണ്ടെത്തിച്ചത്. Second prize goes to Jayan Joseph. ഞാൻ ഇതിൽ നിന്ന് വിളിച്ചോട്ടെ? ശരി. അടുത്തതായി ലെമൺ ആൻഡ് സ്പൂൺ ലേഡീസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു രമ അനിൽ, വൈഫ് ഓഫ് അനിൽ കുമാർ. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമതി പ്രീതി അനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആനന്ദ്, വൈഫ് ഓഫ് ആനന്ദ്. അടുത്തത് മ്യൂസിക്കൽ ചെയർ ആണ്, ലേഡീസ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മോഹിനി സൂര്യൻ, വൈഫ് ഓഫ് സൂര്യകുമാർ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ സ്പോർട്സ് ഡേക്ക് വരാത്തത് കൊണ്ടാണ്, കഷ്ടപ്പെട്ടാണ് ആ ഒരു ചെയർ അവസാനമായിട്ട് നമ്മുടെ മോഹിനി കൈയടക്കിയത്. അപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണ്ടേ? സെക്കൻഡ് പ്രൈസ് ജയ സുബ്രമണി, വൈഫ് ഓഫ് സുബ്രമണി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജയ സുബ്രമണി, വൈഫ് ഓഫ് സുബ്രമണി. ചേച്ചിക്കൊരു നല്ല കൈയടി. നമ്മുടെ സമാജത്തിൻ്റെ നല്ലൊരു കായിക പ്രതിഭയാണ്. അടുത്തത് ഷോർട്ട് പുട്ട് ജെൻസ്. അതിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനിത്. സമ്മാനം കൊടുക്കുന്നതിനായി നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീമതി നീതു അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അനീത്. അനീത് കൈയടിക്കാത്തതുകൊണ്ട് ഞാൻ കൈയടിക്കുകയാണ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അനിൽ കുമാർ സി. അത് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി, ഇപ്പോഴത്തെ പുതിയ ജനറൽ സെക്രട്ടറി ശ്രീമാൻ അനിൽകുമാർ അവർകൾക്കാണ് സെക്കൻഡ് പ്രൈസ് ഷോർട്ട് പുട്ട് കിട്ടിയിരിക്കുന്നത്. കൈയടിക്കുക. നിങ്ങൾ ഇത്രയും നേരം ആർക്കും കൈയടിച്ചില്ലെങ്കിലും ഞാൻ ചുമ്മാ കൈയടിക്കുന്നു വരും, പക്ഷെ അടുത്തതിന് കൈയടിക്കണം. കാരണം ഷോർട്ട് പുട്ട് ലേഡീസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു രഞ്ജിത കൃഷ്ണൻ, വൈഫ് ഓഫ് ഗോപി കൃഷ്ണൻ. പ്രൈസ് മാലിനി. ഗേൾസിൽ, അതായത് 9th and 12th ഏജ് കാറ്റഗറിയിലുള്ള സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ അപർണ, ഡോട്ടർ ഓഫ് ഹരീഷ്, പ്രൈസ് വാങ്ങിക്കുന്നതിനായിട്ട് വരണം. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അപർണ എത്തിയിട്ടില്ല. അപർണയുടെ അപ്പൂപ്പനും നമ്മളുടെ മുൻ പ്രിയപ്പെട്ട പ്രസിഡന്റുമായിരുന്ന ശ്രീമാൻ PPS മേനോൻ അവർകളാണ് സമ്മാനം വാങ്ങിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. സമ്മാനം കൊടുക്കുന്നതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമാൻ മനോജ് കുമാർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടി കയ്യടി. സെക്കൻഡ്. അടുത്ത കാറ്റഗറി ബോൾ ത്രോയിങ് എബവ് 60 ജെൻസ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചുറുചുറുക്കന്മാരായിട്ടുള്ള നമ്മുടെ സമാജത്തിലെ മെമ്പർമാർ പങ്കെടുത്ത കായിക ഇനമാണ്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കൃഷ്ണൻ. സമ്മാനം കൊടുക്കുന്നതിനായി വീണ്ടും ഞാൻ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീമാൻ ശിവരാമൻ അവരുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇല്ല. സെക്കൻഡ് പ്രൈസ് പങ്കജ് ആക്ഷൻ. ഓടി വരൂ. ബോൾ ത്രോയിങ് ലേഡീസ്, അതും 60 കഴിഞ്ഞിട്ടുള്ള ചുറുചുറുക്കന്മാരായ വനിതകളാണ് നമ്മുടെ സമാജത്തിലെ. ഫസ്റ്റ് പ്രൈസ് ബിന്ദു. ശ്രീമതി ബിന്ദു അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമ്മാനം കൊടുക്കുന്നതിനായി നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീമതി അമ്പിളി വിജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബിന്ദു ചേച്ചിക്ക് ചെറിയൊരു പരാതിയുണ്ട്, ഞാൻ സ്വച്ഛത്തിൽ പറഞ്ഞു എന്ന്. 60, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. 60 ഇല്ല, 50. സോറി, ക്ഷമിക്കുക.
ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. 50 കഴിഞ്ഞ വനിതകളും പുരുഷന്മാരുമാണ് പങ്കെടുത്തത്. എൻ്റെ ക്ഷമ ചോദിക്കുന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. അടുത്തത് ഒരു ചെറിയ ഒരു കൈമാറ്റം. അതായത് ബിന്ദു ചേച്ചിക്ക് പ്രൈസ് കൊടുത്തത് അമ്പിളി ചേച്ചിയാണെങ്കിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കി അമ്പിളി വിജയന് പ്രൈസ് കൊടുക്കുന്നത് നമ്മളുടെ ശ്രീമതി ബിന്ദു അവർകളായിക്കോട്ടെ. അടുത്തത് നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, സമാജത്തിൽ വളരെ കുറച്ചു പേർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം നടത്തുന്ന ഒരു കായിക ഇനമാണ് ബെല്ലാൻ അംബ്രല. പൊക്കമുള്ളവർക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം കളിയാണ്. അടുത്ത പ്രാവശ്യം സ്പോർട്സ് നടത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതിനുശേഷമുള്ള മീറ്റിങ്ങിൽ നമുക്ക് പ്രതിഷേധം രേഖപ്പെടുത്താം. എന്നിരുന്നാലും നടത്തിയ ബെല്ലാൻ അംബ്രലയ്ക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചത് നമ്മുടെ സമാജത്തിലേക്ക് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും ചെറുപ്പക്കാരനായ ശ്രീമാൻ അനിത് അവർകളെയാണ്. അനിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സന്തോഷ് ടി പി അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ മോശം, മോൻ മാത്രം ഇരുന്ന് കൈയടിക്കുന്നു. സെക്കൻഡ് ഉയരമുള്ള നമ്മളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീമാൻ അനിൽകുമാർ സി അവർകളാണ്. അവർകളെ വേദിയിലേക്ക് സമ്മാനം കരസ്ഥമാക്കാൻ വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മൂന്നാമത്തത് ബലൂൺ ക്യാച്ചിങ്. അവസാനത്തെ വെള്ളം നിറച്ചിട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. അതിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചത് നമ്മളുടെ ചുറുചുറുക്കും മിടുക്കിയുമായിട്ടുള്ള ലേഡീസ് വിങ്ങിൻ്റെ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീമതി നീതു മനോജ് അവർകളാണ്. സമ്മാനം കൊടുക്കുന്നതിനായി ഈ വർഷത്തെ സെക്രട്ടറി ശ്രീമതി സിനി അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഈ ബലൂൺ പിടിക്കണ അത്ര പാടുള്ള ഈസി ആയിട്ടുള്ള കാര്യമല്ല. വെള്ളം നിറച്ച ബലൂൺ എറിഞ്ഞു തന്ന് പൊട്ടാതെ പിടിക്കണം, അത്ര കഴിവുള്ളൊരു കുട്ടിയാണത്. ഫസ്റ്റ് പ്രൈസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കഴിവുള്ള മറ്റൊരു കുട്ടിയാണ് സിന്ധു രാജേഷ്. സിന്ധു രാജേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി പ്രീതി അനിലാണ്. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ശ്രീമതി സ്മിത ജീവൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കയ്യടിക്കാത്തതിനൊരു പ്രതിഷേധമുണ്ട് കേട്ടോ. ഇവിടെ പ്രസിഡന്റ് നിന്നോണ്ട്, ജനറൽ സെക്രട്ടറി നിന്നോണ്ട് കയ്യടിക്ക് പറയുന്നു പറയുക. താങ്ക് യു സോ മച്ച്. ഇനി പറ്റേണ്ടതാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസമോ ചെറിയ തെറ്റുകളോ പറ്റിയിട്ടുണ്ട്, ചിലർക്കെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് കിട്ടുകയോ സെക്കൻഡ് പ്രൈസ് ഉള്ളവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയോട് വന്ന് നേരിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള തെറ്റ് നമുക്ക് തിരുത്താവുന്നതാണ്. താങ്ക് യു. അപ്പോൾ വീണ്ടും ഓണാഘോഷ പരിപാടിയിലേക്ക് സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കളെയും സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പതിവ് പോലെ ഒരുപാടൊന്നും ഞാൻ ഓണത്തിനെക്കുറിച്ച് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ്, സമയത്തിൻ്റെ ആ ഒരു കുറവും കാരണം. എന്നിരുന്നാലും നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ, എന്താണ് ഓണം? ദേശീയ ഉത്സവമാണ് കേരളത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മളുടെ ഒരുമയുടെ അല്ലെങ്കിൽ ഒത്തുചേരലിൻ്റെ ഒരു ഉത്സവമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും ഓണത്തിൻ്റെ ആ ഒരു ചരിത്രം വലിയ പരിചയമില്ല. ഞാൻ പറയാൻ പോകുന്നില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. പക്ഷേ നിങ്ങളിൽ പലർക്കും ചരിത്രം അറിയാം ഇല്ലേ, എന്താണ് ഓണത്തിൻ്റെ ചരിത്രം എന്നുള്ളത്. പല നാട്ടിൽ പലതരത്തിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ്. നമ്മൾ ഓണത്തിന് എല്ലാവരും ഓണക്കോടി ചോദിക്കാറുണ്ട് ഇല്ലേ. ഞാൻ കുട്ടികളോടാണ് ചോദിക്കുന്നത്, മുതിർന്നവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓണക്കോടി ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ?
എന്തിനാണ് ഓണക്കോടി ചോദിക്കുന്നതെന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കണം. അതിൻ്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത് മഹാബലി അന്ന് നമ്മളെയൊക്കെ കാണാൻ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അതുപോലെ ഓണസദ്യയ്ക്കും പാട്ടിനും അതുപോലെ തന്നെ ഓണക്കോടിക്കും എല്ലാത്തിനും ഒരു ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നമ്മളുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലകളുടെ എല്ലാം ചരിത്രം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഓക്കെ, നമ്മളുടെ സമാജത്തിൻ്റെ ഓണാഘോഷ പരിപാടി നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഓഗസ്റ്റ് 29-ാം തീയതി നമ്മൾ ഏവരും ഓണം ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും പള്ളിക്കർണ കേരള സമാജത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള നമ്മളുടെ യഥാർത്ഥ ഓണം എന്ന് പറയുന്നത് ഇന്നേ ദിവസമാണ്. ഇന്നേ ദിവസം നിങ്ങൾ തന്നെ കണ്ടു കാണും, ഞങ്ങളൊക്കെ 5:30 സെറ്റും കൊണ്ട് കൊടുത്ത് ഇവിടെ വന്നതാണ്. ഞങ്ങൾ ഫോട്ടോ എടുത്തു, അത്തപ്പൂക്കളം കുറച്ച് പേരിട്ടു, ഞാനിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് പക്ഷേ 29-ാം തീയതി കഴിഞ്ഞ ഓഗസ്റ്റ് 29-ാം തീയതി എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ പോലും പൂക്കളം ഇട്ടിട്ടില്ല. കാരണം നമ്മൾ അത്യാവശ്യം സദ്യ ഒരുക്കുന്നു, അടുക്കളയിൽ ധൃതിയായിരിക്കും. പക്ഷെ ശരിക്കും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും പ്രായഭേദമന്യേ ശരിക്കും എൻജോയ് ചെയ്യുന്നത് പള്ളിക്കർണ കേരള സമാജത്തിൻ്റെ ഈ ഓണാഘോഷ പരിപാടിക്കാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. നമ്മൾ ഈ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾക്കായി മാസങ്ങൾക്ക് മുമ്പേ നമ്മളുടെ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ളവർ വരെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് അടുത്ത കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളിൽ പലരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഇന്ന് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ് എന്നൊരു അറിവുണ്ടായി. കാരണം ഇന്ന് ഗണേശ വിസർജന ഡേ ആണ്. അപ്പം ഒരുപാട് ബ്ലോക്കുകളുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കലാപരിപാടികൾ തുടങ്ങാറായി അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞു വേഗം തന്നെ എത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുക. അപ്പം നമുക്ക് കലാപരിപാടികളിലേക്ക് കടക്കാം. ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് നമ്മൾ ശ്രീമതി മൃദുല അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ്. ശ്രീ മൃദുലയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കു മുട്ടില്ല താനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണങ്ങൾ കേൾപ്പാറില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോണമില്ല പുലിവചനം. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പൊലിയായി വിളവും ചേരും. വേദിയ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാതെ, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഭൂലോകമൊക്കെയും ഒന്നുപോലെ, നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും ആമോദത്തോടെ വസിക്കും കാലം, മാവേലി നാടുവാനിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കു മുട്ടില്ല താനും. ഇതിൽ വേദിയിൽ തന്നെ നിൽക്കുക. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ശ്രീമാൻ VR പണിക്കർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനായി മൃദുലയ്ക്ക് ശ്രീമാൻ VR പണിക്കർ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും സ്ക്രീനിലേക്ക് കുറച്ച് നേരം 2 സെക്കൻഡ് കണ്ണോടിക്കുക. സ്ക്രീനിൽ നമ്മുടെ ഓണത്തിനെ പറ്റി ഒരു ചെറിയ ഇൻട്രോ കൊടുക്കുന്നതായിരിക്കും.
പരിപാടിക്കുള്ള കുട്ടി റെഡിയായിരിക്കുക. പിയാനോ റിസൈറ്റലാണ്. പ്രണവ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് വേദിയുടെ അടുക്കലേക്ക് വരിക. പ്രാരംഭഘട്ടത്തിൽ ഒരു നിയമാവലി 1997 രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. ആദ്യകാലം മുതൽ തന്നെ സമാജം മലയാള ഭാഷയിൽ കേരളത്തിന്റെ തനതായ സാംസ്കാരിക കാര്യങ്ങളും പ്രാധാന്യം നൽകി പ്രവർത്തിച്ചു. സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാകും എന്ന ഒരാശയത്തിൽ നിന്നും പള്ളിക്കരയിൽ മനോഹർ നഗർ 8-ാം തീയതി 2000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വാങ്ങുകയും 26/1/2004 ശ്രീമതി ഷൈനി വിൽസൺ, ഡോക്ടർ പ്രൊഫസർ അച്യുതൻ, ശ്രീ രംഗൻ, ശ്രീ PPS മേനോൻ, ശ്രീ V മോഹൻകുമാർ, ശ്രീ KV മോഹൻ, അതുപോലെ മറ്റ് സമാജ ഭാരവാഹികൾ, സമാജ അംഗങ്ങൾ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഭൂമി പൂജ നടത്തി ശിലാസ്ഥാപന കർമ്മം നടത്തുകയും ചെയ്തു. അനേകം സുമനസ്സുകളുടെ സഹായത്തോടെ 26/8/2005 സമാജത്തിന് സ്വന്തമായി ഒരു കെട്ടിടമുണ്ടായി. തുടർന്ന് പടിപടിയായി സമാജം ഉയരുകയും സമാജത്തിന് 1-ാം നിലയും തുടർന്ന് 2-ാം നിലയും പൂർത്തീകരിക്കാൻ സാധിച്ചു. 2012 പ്രസിഡന്റായിരുന്ന ശ്രീ PPS മേനോൻ സമാജത്തിന് ഒരു വനിതാ വിഭാഗം ആവശ്യമാണെന്ന് അഭിപ്രായപ്പെടുകയും 25/8/2013 ഒരു ശക്തമായ വനിതാ വിഭാഗം രൂപപ്പെടുകയും ചെയ്തു. സമാജം ജാതിമത ഭേദമന്യേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യമേഖലയിലും സാമ്പത്തിക സഹായം ചെയ്തു പോന്നു. ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനം ആവശ്യമാണെന്ന് മനസ്സിലാക്കി സമാജത്തിന് സ്വന്തമായി വെൽഫെയർ ഫണ്ട് വേണമെന്ന ഒരാശയം ഉരുത്തിരിയുകയും 26/10/2014 ഏകദേശം 12 ലക്ഷം രൂപ സമാഹരിച്ചു. ഒരു സ്ഥിര നിക്ഷേപമായി ബാങ്കിൽ നിക്ഷേപിക്കുകയും പലിശ ഇനത്തിൽ ലഭിക്കുന്ന 60,000 രൂപ പലപ്പോഴായി അർഹരായവർക്ക് നൽകി വരികയും ചെയ്തു വരുന്നു. ആശാൻ കോളേജിന്റെ സഹകരണത്തോടെ സമാജത്തിന് ആശാൻ കോളേജിലേക്ക് 6 സീറ്റ് ശുപാർശ ചെയ്യാനും അതുപോലെ സമാജം ശുപാർശ ചെയ്യുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമാജം അംഗത്തിന്റെ ഒരു കുട്ടിക്ക് വർഷത്തിൽ സൗജന്യമായ ഒരു സീറ്റ് നൽകാനും ആശാൻ കോളേജ് സഹായിച്ചു വരും. സമാജത്തിൽ ഇന്ന് ഏകദേശം 300-ൽ പരം അംഗങ്ങൾ സഹകരിച്ചു വരുന്നു. വനിതാ ദിനം, വിഷു കൈനീട്ടത്തോടൊപ്പം വിഷു ആഘോഷം, പൂജവയ്പ്, സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം, ഓണം, ക്രിസ്തുമസ് ആഘോഷം, പുതുവത്സര ആഘോഷം എന്നിവ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. സിനിമ, ശാസ്ത്ര സാങ്കേതിക മേഖല, സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച അനേകം പ്രഗത്ഭർ സമാജത്തിന്റെ എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കാറുണ്ട്. ശ്രീ KP ഉമ്മർ, ശ്രീ ജയറാം, ശ്രീമതി പാർവതി ജയറാം, ശ്രീമതി മീന, ശ്രീമതി TR റോമന, ശ്രീമതി ലക്ഷ്മി രാമകൃഷ്ണൻ, കലായി മാമണി, ഗോപിക വർമ്മ, ശ്രീ കീരിക്കാടൻ ജോസ്, സംഗീത സംവിധായകൻ ശ്രീ ശരത്, അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ, റോക്കറ്റ് വുമൺ ശ്രീമതി ടെസി തോമസ്, കുസാറ്റ് വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ലത എന്നിവർ നമ്മളോടൊപ്പം പല ആഘോഷത്തിലും പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുന്നതിനായി ചിത്രരചനാ മത്സരം, പ്രസംഗ മത്സരം എന്നിവ സംഘടിപ്പിച്ചു വരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ വർഷവും 10th, +2 എന്നിവയിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്ന സമാജം അംഗങ്ങളുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി വരുന്നു. സമാജത്തിന്റെ പ്രശസ്തിക്ക് പൊൻതൂവലായി ലോകത്തിൽ തന്നെ ആദ്യമായി ഈ കഴിഞ്ഞ വിഷുദിനത്തിൽ കോവിഡ് വാരിയേഴ്സായ 189, 190 വാർഡിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ എല്ലാ ഡോക്ടർമാരെയും നേഴ്സിംഗ് സ്റ്റാഫുകളെയും സമാജത്തിനോട് ചേർന്ന് ശുചീകരണ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളിയെയും ക്യാഷ് അവാർഡും പൊന്നാടയും നൽകി ആദരിച്ചു. സമാജം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സമാജത്തിൻ്റെ തുടക്കം മുതൽ ഇന്നോളം വരെ വളരെയധികം സുമനസ്സുകൾ ഓരോരോ അവസരത്തിൽ സമാജത്തിൻ്റെ ആവശ്യം മുൻനിർത്തി സാമ്പത്തികമായി, ശാരീരികമായും മാനസികമായും സഹകരിച്ചു വരുന്നു. അവരേവരെയും ഈ അവസരത്തിൽ സമാജം നന്ദിയോട് സ്മരിക്കുന്നു. 2045 സമാജം അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ
ഇപ്പോൾ ചെയ്തു വരുന്ന സത്പ്രവർത്തനങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതിലേക്കുള്ള ചുവടുവയ്പിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ ഈ വേളയിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണ ആശംസകൾ നേരുന്നു. പിയാനോ റിസൈറ്റൽ വായിക്കുന്നതിനായി പ്രണവ് എ.എൽ.നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു പ്രണവ്. എനിക്ക് തോന്നുന്നു 1000 കണ്ണുമായി കാത്തിരുന്നു എന്ന പഴയ മനോഹരമായ മലയാളം സോങ്ങാണ്. കൊച്ചു മിടുക്കൻ, സൂപ്പർ. ഓക്കെ, സമ്മാനം കൊടുക്കുന്നതിനായി അഷിത വിജയനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ അവതരിപ്പിക്കാൻ വിളിക്കുന്നതിനോടൊപ്പം തന്നെ ആ കലാപരിപാടിക്ക് സമ്മാനം കൊടുക്കുന്നത് ആരാണെന്ന് കൂടെ ഞാൻ അനൗൺസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് അവർ വേദിയുടെ അടിയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സഹകരിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. അടുത്തതൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഗ്രൂപ്പ് ഡാൻസിനായി വേദിയിലേക്ക് ഭാഗ്യലക്ഷ്മിയെയും ശർമിളയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ശ്രീമതി രഞ്ജു രവീന്ദ്രനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. താങ്ക് യു. താങ്ക് യു ഭാഗ്യലക്ഷ്മി. ശർമിള സമ്മാനം കൊടുക്കുന്നതിനായി രഞ്ജു രവീന്ദ്രനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഒരു മലയാളം കവിതയാണ്. മലയാളം കവിത ആലപിക്കുന്നതിനായിട്ട് ശ്രീമതി ഷീല പങ്കജ് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരു സുസായാഹ്നം, ഒരു ഓണാശംസയും. രഞ്ജിത പറഞ്ഞതുപോലെ കൂടി നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലോ യഥാർത്ഥ ഓണം. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ എന്ന ഒരു മലയാളം കവിതയുമായാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ കവിതാ പ്രേമികളുടെ കണ്ണിലുണ്ണിയായ ശ്രീമതി സുഗതകുമാരി ടീച്ചർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത രാത്രി മഴ എന്ന ഒരു കവിതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആലപിക്കാൻ പോകുന്നത്. ഏതായാലും അതിനു മുൻപ് മലയാള ഭാഷയെപ്പറ്റി ടീച്ചർ പറഞ്ഞ ചില ഏതാനും വാക്കുകൾ. 2019 സെപ്റ്റംബർ 15 ഒരു ഓണക്കാലത്ത് കേരള ന്യൂസ് 18 എന്ന ഒരു മലയാളം ടെലിവിഷൻ ചാനലിൽ ഒരു അഭിമുഖത്തിൽ ടീച്ചറുടെ ഉത്കണ്ഠ നിറഞ്ഞ ചില വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കാൻ പോകുന്നത്. ഏതായാലും ഈ സദസ്സ് അതിന് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറുടെ വേവലാതി മലയാള ഭാഷ മൃതപ്രായം എത്തുമോ എന്നതായിരുന്നു. ടീച്ചർ പറഞ്ഞത് ഏതാനും കുറേ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും മാത്രം വിചാരിച്ചാൽ വളരുന്നതല്ല ഒരു ഭാഷ. ഭാഷ വളരണമെങ്കിൽ സാധാരണ ജനങ്ങൾ ഭാഷയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഇന്ന് നമ്മുടെ മലയാളം അത്രയധികം വളരുന്നില്ല എന്നതായിരുന്നു ആ ചാനലിൻ്റെ പരിപാടിയുടെ പേര്. അതായത് ടീച്ചർ പറഞ്ഞത് ഭാഷ വളരാത്തത് ഭാഷ സംസാരിക്കുന്നവരുടെ താല്പര്യക്കേട് കൊണ്ട് മാത്രം തന്നെയാണ്. എല്ലാവരുടെയും ഇന്ന് മുതിർന്നവരുടെയും സാധാരണക്കാരുടെയും എല്ലാവരുടെയും ഒരു അഭിപ്രായം അവരുടെ മക്കളും പേരമക്കളും എല്ലാവരും ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷ് മാത്രം പറയണം, ഇംഗ്ലീഷ് വിശ്വഭാഷ തന്നെ. മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ട് വേണമോ ഇംഗ്ലീഷ് പഠിക്കാൻ എന്നതായിരുന്നു ടീച്ചറുടെ വേവലാതി. ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞതാണ് നിർത്തിയത്. അതായത് ഒരു പിടി സാഹിത്യകാരന്മാരും കലാപ്രവർത്തകരും അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ് മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷ എന്ന സിംഹാസനം. എന്നിരുന്നാലും കേരളാമ്മയെ അതിലിരുത്തിയിട്ടില്ല, സിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നാണ് ടീച്ചർക്ക് പറയാനുണ്ടായിരുന്നത്. രാത്രിമഴ, അമ്പലമണി എന്ന ഒരു അമ്പലമണി, സൈലൻറ്റ് വാലി, മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം മാനവഹൃദയം, പെൺകുഞ്ഞ് തുടങ്ങിയ ഒട്ടനവധി കവിതകൾ രചിച്ചുകൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെടുത്ത സുഗതകുമാരി ടീച്ചറെ പറ്റി ഇനിയും ഒരുപാട് പറയാം. എന്നിരുന്നാലും 2020 ഡിസംബർ 23 86-ാമത്തെ വയസ്സിൽ കൊറോണയും വാർദ്ധക്യ സഹജമായ ചില പ്രശ്നങ്ങളും കാരണമാണ് തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ സുഗതകുമാരി ടീച്ചർ ശരീരം ഉപേക്ഷിച്ചത്. ഏതായാലും ടീച്ചറുടെ കവിതയാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. രാത്രിമഴ. രാത്രിമഴ ചുമ്മാതെ കേണം ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രിമഴ ചുമ്മാതെ കേണം ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെ പോലെ.
രാത്രി മഴ മന്ദമീയാശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായൊഴുകിയെത്തുന്നൊരി കിളിവാതിൽ പഴുതിലൂടേറെ തണുത്ത കൈ വിരൽ നീട്ടി എന്നെ തൊടുന്നൊരി ശ്യാമയാമിരവിൻ്റെ ഖിന്നയാം പുത്രി. രാത്രി മഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ. രാത്രി മഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ. പൊടുന്നനയൊരമ്മതൻ ആർത്തനാദം. ഞാൻ നടുങ്ങിയൻ ചെവി പൊത്തിയൻ രോഗശയ്യയിലുരുണ്ടു തേങ്ങുമ്പൊഴി അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം. പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. രാത്രി മഴ പണ്ടിൻ്റെ സൗഭാഗ്യനാളുകളിലെന്നെ ചിരിപ്പിച്ച കുളിർ കോരിയണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. രാത്രി മഴയിന്നെൻ്റെ രോഗോഷ്ണശയ്യയിൽ വിനിദ്രയാമങ്ങളിലുരുണ്ടു തേങ്ങുമ്പോൾ ഒന്നു കരയാനും മറന്നു പോയുഴലവേ. ശില പോലെയുറയവേ ദുഃഖസാക്ഷി. ഇന്നത്തെ എൻ ദുഃഖസാക്ഷി. രാത്രി മഴയോടു ഞാൻ പറയട്ടെ. രാത്രി മഴയോടു ഞാൻ പറയട്ടെ. നിന്റെ ഈ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ നാട്യവും ചിരിയും തിടുക്കവും അറിയുന്നു ഞാൻ. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖി, ഞാനിതറിയുന്നതെന്തുകൊണ്ടെന്നോ. ഞാനുമിതുപോലെ രാത്രി മഴ പോലെ. ഞാനുമിതുപോലെ രാത്രി മഴ പോലെ. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഡാൻസിനായിട്ട് തേജസ്വിനിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തേജസ്വിനി. മുരുനഗ
ഇനി ഡാൻസ് ഉണ്ടോ മോളെ? ഇത്രയേ ഉള്ളോ? അയ്യോ, നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കൊതിപ്പിച്ച് ആ പാട്ട് കാണാൻ വേണ്ടി താഴെ വരെ വന്നപ്പോഴത്തേക്കും തീർന്നു പോയല്ലോ. എന്നാലും ആ രണ്ട് ചുവടുകൾ വളരെ അതിമനോഹരമായിരുന്നു. മോൾക്ക് സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ശ്രീമതി ഷൈനി അശോകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Introducing Riddhi Integrated Therapy Solutions, a beacon of comprehensive healthcare excellence. With branches in Chengalpet and Gindi, we extend our expert care to your doorstep. At Riddhi, we are not just a clinic. We are a multidisciplinary rehabilitation haven, boasting a team of highly specialized professionals. Our collective expertise forms a powerhouse of healing, addressing a diverse spectrum of healthcare needs. In today's digital age, we offer online consultations, connecting you with our experts from the comfort of your own space. Experience personalized care, tailored treatment plans, and a patient-centric approach that sets the gold standard in healthcare. Riddhi Integrated Therapy Solutions is your trusted partner on this path to health and happiness. അടുത്തതായിട്ടൊരു പാട്ടാണ് ശില്പ KS. പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഒരു വിനീതമായ അഭ്യർത്ഥന സദസ്സിലിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും. നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കഴിയാവുന്നതും അവരെ ആ പരിപാടി ആസ്വദിച്ചിട്ട് പരിപാടി കഴിയുമ്പം കൈയടിച്ചിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഓരോ പരിപാടി കഴിയുമ്പോഴും ഞാനിങ്ങനെ കൈയടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു ഇതായിട്ട് തോന്നും. അപ്പം അവർ ആ കയ്യടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടെ വന്ന് ഡാൻസൊക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത സോളോ ഒരു സോങ് ആണ്. അതിനായി ശില്പ KSനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നേരമെങ്ങും
താങ്ക് യു ശില്പ. മനോഹരമായ ഒരു പാട്ട് പാടിയതിന്. ശില്പയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ രോഹിത് അരമേൽ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈയടിക്കൂ. അടുത്തുണ്ടല്ലോ ഞങ്ങളുടെ സമാജത്തിലെ ഒരു കൊച്ചു സുന്ദരിയുടെ ഡാൻസാണ് കേട്ടോ. സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. കൈയടിക്കൂ. ആ കുട്ടിയെ നമ്മൾ എടുത്തു പൊക്കി കാണിക്കണം. മോൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാ ദിവസവും ഒരു റീല് വെച്ച് ഇറക്കാറുണ്ട്. ആ സുന്ദരി കുട്ടിയുടെ റിതി എന്നു പേരുള്ള സുന്ദരി കുട്ടിയുടെ ഡാൻസാണ് അടുത്തത്. मैं दिन भर सोच में डूबूं, मैं रात में जागूं न सोऊं, तू ही मेरे सपनों में ओ सजना। मैंने पायल है चमकाई, अब तो आजा तू हर जाए। मैंने पायल है चमकाई, अब तो आजा तू हर जाए। मेरी सांसों में तू है बसा ओ सजना, जाना तरसा ओ सजना, आ जाना तरसा। What chumka? What chumka? What chumka? സൂപ്പർ. നോക്ക് ഋതിക്കുട്ടിക്ക് എത്ര വലിയ കയ്യടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഋതിക്കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ സൂര്യൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഈ ഋതിക്കുട്ടിയെ യൂട്യൂബിൽ ഏതെങ്കിലും റീൽസിലൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മേളം? തകർത്തില്ലേ മേളം? പക്ഷേ നിന്റെ മേളത്തിന്റെ അത്ര പോരാ. എന്റെ എന്ത് മേളം? ഈ മേളം നീ മേളം മസാല കൊണ്ടുണ്ടാക്കിയ കിടിലൻ സാമ്പാറും രസവും കൂട്ടി ചോറിനുമ്പോൾ ഉണ്ടാവുന്ന മേളം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേളം. മേളമില്ലാതെ എന്ത് സാമ്പാറും രസവും, മേളമില്ലാതെ എന്ത് മലയാളി. From AVA. അടുത്തതായി ഗ്രൂപ്പ് ഡാൻസ് ആണ്. കെസിയ ആൻഡ് ഗ്രൂപ്പ്. കെസിയ, തേജസ്വനി, ആതിര, സാത്വിക്, ശ്രീനിധി ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കെസിയ ആൻഡ് ഗ്രൂപ്പിൻ്റെ ഒരു അടിപൊളി ഗ്രൂപ്പ് ഡാൻസ് ആണ്.
കെസിയ ഹലോ കെസിയ ആൻഡ് ഗ്രൂപ്പ് വെയിറ്റ് ചെയ്യണം. നല്ല മനോഹരമായ ഒരു നൃത്തം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ കൊറിയോഗ്രാഫർ മാധവിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. സമ്മാനം കൊടുക്കുന്നതിനായി മിസ്റ്റർ ഗോപികൃഷ്ണൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ ഈ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞ നമ്മുടെ കൊച്ചുമിടുക്കൻ മാധവ് അമൃത ചാനലിൽ ഒരു പരിപാടിയിൽ അവതരിപ്പിച്ച ഒരു ഡാൻസാണ് ഇത്. സൂപ്പറായിട്ട് അത് നല്ല ഈ കൊച്ചുകുട്ടികൾക്ക് ഈ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തു കൊറിയോഗ്രാഫറായി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു അടിപൊളി കാര്യമാണ് അല്ലേ. താങ്ക് യു മാധവ്, താങ്ക് യു എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ടീം മെമ്പേഴ്സ്, കെസിയ, തേജസ്വിനി, ആതിര, സാത്വിക്, ശ്രീനിധി ആൻഡ് ഇഷാന. അടുത്തതായിട്ട് ഇതാണ് ഈ കൊച്ചുമിടുക്കനാണ് നമ്മുടെ മാധവ് കേട്ടോ, നമ്മുടെ കൊറിയോഗ്രാഫർ മാധവ്. നല്ലൊരു കൈയടി കൊടുക്കുക. താങ്ക് യു മാധവ്. എല്ലാ ടീം മെമ്പേഴ്സ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേദിയിലേക്ക് വരണം ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. എളുപ്പം വരിക, ഓടി വരിക, ഓടി ഓടി ഓടി. അടുത്തതായിട്ടൊരു നാടോടി നൃത്തമാണ്. നാടോടി നൃത്തം പഴയ ഒരു കലാരൂപമാണ്, നമ്മളുടെ മലയാള സംസ്കാരത്തിൻ്റെ ഒരു പഴയ തനതായ കലാരൂപമാണ്. അത് അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇഷാന. നാടോടി നൃത്തം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇഷാനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിറയെ കൊയ്യടി നിരവരി നിന്ന് താഴ്ത്തി കൊയ്യടി തന്നാരം തരി വളകിലിങ്ങനെ താളത്തിൽ കൊയ്യടിയേ കളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകറ്റടി പോലി ഇളക്കടി പത്തായം കരുമണി നിറയ്ക്കടിയേ പൊന്നാരൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരീണം താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിം താരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തെയ്യക്കം തിന്നാരോ തന തന തെയ്യക്കം തിന്നാരോ തുടികൊട്ടും പാട്ടുണ്ടേ മാടത്തിൻ മുറ്റത്ത് അടിയാളും മേലാളും സ്നേഹത്താൽ കൈകോർത്ത് പൊന്നു തമ്പിരാൻ ദൈവമായത കല്ലിലന്നവർ തീർത്തു അന്നാരം പാടിയുണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാള് കൂത്തിരിനാള് പുഞ്ചക്കതിർകൊടിയെ ചൊല്ല് പുള്ളിക്കുയിലാളെ ചൊല്ല് പുഞ്ചവയൽ നൂറുമേനി വിളവെടുക്കാലോ 10 പദമളന്നാൽ കോളടിക്കുള്ളൂ പച്ചോലക്കിളി പാട്ടുകൾ പാടാൻ കൂട്ടരു വന്നോടി പുത്തരിയൊന്നും മുമ്പേ എന്നുടെ താലി കെട്ടു നടക്കൂലോ കതിരോല പന്തല് കെട്ടി പനയോല പായ വിരിച്ച് കുരവയിടാൻ നീയും പോരടി വണ്ണാത്തിക്കിളിയേ ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ മടവീണു പാടം തകർന്നുവെന്ന് തമ്പ്രാൻ കോപിച്ചു ചൊല്ലണ കേൾക്കണണ്ടേ തലപ്പുലയന ചതിയിലെങ്ങാൻ കൈപ്പിഴ വന്നോ അണിയാരെ
മുലക്കുടികളിൽ ശുദ്ധി വരുത്തണം, പാടത്തും മറ്റൊരു പൂജ വേണം. പുഞ്ചവരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും വറപൊടി പന്തങ്ങൾ കോലക്കളമൊരുങ്ങി. കരിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാടം വിറയ്ക്കും അലർച്ച കേട്ടു. നാടിന്റെ ആചാരമുടയോന്റെ കൽപ്പന പുലയന്റെ തലവെട്ടി മടയടച്ചു. അച്ഛൻ മരിച്ചൊരാ വേദനയിൽ ആ മണ്ണിൽ വീണ് പിടഞ്ഞു കുട്ടൻ. മടവീണ് പാടം നശിച്ചിടല്ലേ, ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ, ഈ വിളക്കാക്കുവാൻ കുട്ടൻ വന്നിടുമോ. കുട്ടന്റെ നാടിത് കുട്ടനാട്, പൊന്ന വിളയണ കുട്ടനാട്. കരിമാടി കുട്ടന്റെ കുട്ടനാട്, കുട്ടന്റെ നാടിത് കുട്ടനാട്. എൻ്റെ കുട്ടന്റെ നാടിത് കുട്ടനാട്, എൻ്റെ കുട്ടന്റെ നാടിത് കുട്ടനാട്. ഇന്നത്തെ കാലത്ത് ഇത്ര മനോഹരമായിട്ട് ഇതുപോലെ നമ്മുടെ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിധത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് ശരിക്കൊരു താങ്ക്സ് പറയേണ്ടതാണ്. താങ്ക് യു ഇഷാന. ഇഷാനയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമതി നന്ദിനി മനോജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കയ്യടിയോടുകൂടി നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഇഷാന, താങ്ക് യു ഇഷാന, താങ്ക് യു നന്ദിനി. അടുത്തതായിട്ട് മനോഹരമായ മറ്റൊരു ഡാൻസാണ് ജസ്ന ആൻഡ് ഗ്രൂപ്പ്. ജസ്ന, ശ്രീകല ബാബു, അശ്വതി വിനോദിനെ അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും വർത്താനമൊക്കെ നിർത്തിവെച്ചിട്ട് ഈ വേദിയിലേക്കൊന്ന് നോക്കിയാൽ അതിമനോഹരമാണ്. അതിമനോഹരമായി ഡ്രസ്സൊക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പ്രസൻറ്റ് ചെയ്യാനാണ് അവരെത്തിയിരിക്കുന്നത്.
பாக்கு மரங்களை கழுத்தில் பார்க்கிறேன், பேசும் ரோஜா உதட்டில் பார்க்கிறேன். சென்னை செந்தமிழ் மறந்தேன் முன்னாலே, சென்னை செந்தமிழ் முழுவதும் மறந்தேன். கேரள நாட்டுக்கிடையே நீ சொல்லு வசியம் வைத்தாயோ, சென்னை செந்தமிழ் மறந்தேன் முன்னாலே. അടിപൊളി ഡാൻസ് ആയിരുന്നു, മനോഹരമായ ഡാൻസ് ആയിരുന്നു. താങ്ക് യു ജസ്ന, ശ്രീകല, അനശ്വതി. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ വർഗീസ് തോമസ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ായിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ്ങിനായി ഗായത്രി, വൈഷ്ണവി, അക്ഷയ 3 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗ്രൂപ്പ് സോങ്ങിനായി ഗായത്രി, വൈഷ്ണവി, അക്ഷയ. മനുഷ്യരെല്ലാരും
മനോഹരമായ പാട്ടുപാടിയ ഗായത്രിക്കും വൈഷ്ണവിക്കും സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമാൻ അനിത് അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ടൊരു സോളോ ഡാൻസ് ആണ്. സോളോ ഡാൻസിനായിട്ട് വേദിയിലേക്ക് അക്ഷയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.